CK ഡോഗ്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ രണ്ട് അപ്ഡേറ്റുകളാണ്. ഇതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് വിടുമോ ഇല്ലോ എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഉത്തരമാണ് ഇന്ന് മലയാള മനോരമ പത്രത്തിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പുതിയൊരു ഡിഫൻഡറെ സ്വന്തമാക്കുന്നു എന്ന തരത്തിലൊരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സ് പുതുതായി ഒരു ഡിഫൻഡറെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. റിയൽ കാശ്മീർ ക്യാപ്റ്റനായ മുഹമ്മദ് ഹമ്മാദിനായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നിലവിൽ രംഗത്തുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്ത ISLന്റെ 11ാം സീസണിലേക്ക് വേണ്ടിയിട്ട് കാശ്മീരി ഡിഫൻഡറായ മുഹമ്മദ് ഹമ്മാദിനെ ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പക്ഷേ നിരാശ വാർത്ത എന്താണ് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് പുറമെ തന്നെ ISLലെ തന്നെ ഒരു വമ്പൻ ക്ലബായ FC ഗോവയും ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ നിലവിൽ ശ്രമിക്കുന്നുണ്ട്. മുഹമ്മദ് ഹമ്മാദ് എന്ന സൂപ്പർ താരം 2017 മുതൽ തന്നെ റിയൽ കാശ്മീർ എന്ന ടീമിലുണ്ട്. ഈ ഒരു സീസണിൽ ഇതുവരെ 15 മത്സരങ്ങൾ റിയൽ കാശ്മീരിനായി താരം കളിച്ചിട്ടുമുണ്ട്. റിയൽ കാശ്മീരിൽ വരും മുമ്പ് ലോൺ സ്റ്റാർ കാശ്മീരിന് വേണ്ടിയായിരുന്നു താരം കളിച്ചിട്ടുണ്ടായിരുന്നത്. ജമ്മു കാശ്മീരിനായി മുമ്പ് സന്തോഷ് ട്രോഫിയിലും മുഹമ്മദ് ഹമ്മാദ് എന്ന ഈ ഒരു സൂപ്പർ താരം കളിച്ചിട്ടുണ്ട്. ഏതായാലും വെറും 26 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു സൂപ്പർ താരം റിയൽ കാശ്മീരിനായി നിലവിൽ സെന്റർ ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത്. കൂടാതെ തന്നെ ISL ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന സൈറ്റിൽ ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയി കണക്കാക്കിയിട്ടുള്ളത് 1 കോടിയോളം രൂപയാണ്. ഏതായാലും മാർക്കോ ലെസ്കോവിച്ച് ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെങ്കിൽ മാർക്കോ ലെസ്കോവിച്ചിന് പകരക്കാരനായിക്കൊണ്ടായിരിക്കും ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനെ കുറിച്ചാണ്. കുറച്ച് അധികം ദിവസങ്ങളായി ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇവാൻ ആശാൻ വിട പറയുമെന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും നിരാശയിലായിരുന്നു. പക്ഷേ ഇന്ന് ഇതാ മലയാള മനോരമ പത്രത്തിലൂടെ അവർ വ്യക്തമാക്കുന്നുണ്ട് ഇവാൻ വുക്കോമാനോവിച്ച് എവിടേക്കും പോവില്ല എന്ന്. ആരാധകരെ ശാന്തരാകുവിൻ, ആശാൻ എങ്ങും പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ഹെഡിങ് നൽകിക്കൊണ്ടാണ് മലയാള മനോരമ ഇന്നത്തെ ഒരു പത്രത്തിലൂടെ ഈ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഏതായാലും മലയാള മനോരമയുടെ ആളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, താങ്കൾ ഈ ഒരു ISLന്റെ 10ാം സീസൺ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്നുള്ളത്. കൂടാതെ നിലവിൽ താങ്കൾ പോയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ള പരിശീലകന്മാരെ കുറിച്ച് വരെ ഇപ്പോൾ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്നാണ് ആശാനോട് മലയാള മനോരമക്കാർ ചോദിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിന് ആശാൻ ഒരു വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ആശാന്റെ വാക്കുകളിലേക്ക് കടക്കാം. എല്ലാം കിംവദന്തികൾ മാത്രമാണ്, അഥവാ റൂമറുകൾ മാത്രമാണ്, വ്യാജ വാർത്തകൾ. ഞാൻ ഈ ക്ലബിനെ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ തുടരാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടം. കേരള ബ്ലാസ്റ്റേഴ്സ് എൻ്റെ ഹൃദയത്തിലാണ് ഇടം നേടിയിട്ടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഒരു ടീം വിടേണ്ടത്? ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് താങ്കൾ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്ന ചോദ്യത്തിന് ഇവാൻ ആശാൻ മനോരമയോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം ഈ ഒരു സീസൺ കഴിഞ്ഞാലും ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഇവാൻ തുടരുമെന്നുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.